അവരുടെ ലൈഫ് സ്പാൻ അവസാനിപ്പിച്ച്, ഇപ്പോൾ നെൽച്ചെടി ആണെങ്കിൽ വെറും 3 മാസം കൊണ്ട് ലൈഫ് അവസാനിപ്പിക്കുന്നു. നമ്മുടെ ബട്ടർഫ്ലൈ ആണെങ്കിൽ വെറും 2 ആഴ്ച കൊണ്ട് അതിന്റെ ജീവിതദൈർഘ്യം ലൈഫ് സ്പാൻ അവസാനിപ്പിച്ച് ഈ ഭൂമി അപ്രത്യക്ഷമാകുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത തലമുറ എങ്ങനെ ഉണ്ടാവുന്നു? അങ്ങനെ ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ തലമുറ തന്നെ ഇല്ലാതാകപ്പെടും. അപ്പൊ എങ്ങനെയാണ് ഈ കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ് ഓരോ ഓർഗാനിസം നിലനിർത്തുന്നത്? എങ്ങനെയാണ് അവർ അടുത്ത തലമുറയെ നിർത്തി ആ കണ്ടിന്യൂറ്റി നിലനിർത്തുന്നത്? ഏത് രീതിയിലാണ്? അതാണ് നമ്മൾ അടുത്ത് പരിശോധിക്കാൻ പോകുന്നത്. ആ കണ്ടിന്യൂറ്റി നിലനിർത്താൻ സഹായിക്കുന്ന ആ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റീപ്രൊഡക്ഷൻ അഥവാ മലയാളത്തിൽ പ്രത്യുൽപാദനം എന്ന പേരിൽ അറിയപ്പെടുന്നു. എങ്ങനെയാണ് ഓർഗാനിസംസ് ആ പ്രത്യുൽപാദനം, ദാറ്റ് മീൻസ് കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ് എങ്ങനെ നിലനിർത്തുന്നു, തലമുറകളായിട്ട് ആ കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ് എങ്ങനെ നിലനിർത്തുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എന്താണ് റീപ്രൊഡക്ഷൻ എന്ന വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഓക്കെ, അതെങ്ങനെയാണ് ആ പ്രക്രിയ നടക്കുന്നത്? ഇതൊക്കെയാണ് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്തായിരിക്കും? റീപ്രൊഡക്ഷൻ അഥവാ പ്രത്യുൽപാദനം. ഓക്കെ, പ്രത്യുൽപാദനം നടക്കുന്നു. പ്രത്യുൽപാദനം എന്ന് പറയുന്ന വേർഡ് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരേണ്ട വേർഡാണ് ഇറ്റ് ഈസ് എ ബയോളജിക്കൽ പ്രോസസ്. രണ്ട് വേർഡാണ് യൂസ് ചെയ്തത്, ബയോളജി ആൻഡ് പ്രോസസ്. ബയോളജിക്കൽ പ്രോസസ്. അതിന്റെ അടുത്ത വേർഡാണ് ഓർഗാനിസംസ്. അടുത്ത വേർഡാണ് ഓഫ് സ്പ്രിംഗ്, അതിന്റെ കുഞ്ഞ് അഥവാ യങ് വൺസ്. ഇംഗ്ലീഷ് വിളിക്കുന്ന പേരാണ് ഓഫ് സ്പ്രിംഗ്. അതിന് മറ്റൊരു പേരുണ്ട് യങ് വൺസ് എന്ന പേരിലും അറിയപ്പെടും. യങ് വൺസ്, അവരുടെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക. യങ് വൺസ്. സിമിലർ ടു ഇറ്റ്സെൽഫ്. ആ ജീവിയുടെ തന്നെ ഏകദേശ രൂപഘടനയുള്ള സ്വഭാവ സവിശേഷതകളുള്ള ജീവികളെ അവർ സൃഷ്ടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വേർഡ് നമ്മളെടുത്തൊന്ന് പരിശോധിക്കാം. ഇറ്റ്സ് എ ബയോളജിക്കൽ പ്രോസസ്. എന്താണ് പ്രോസസ്? അത് നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത്. എന്താണ് പ്രോസസ്? പ്രോസസ് മീൻസ് there are some activities. അതായത് റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഒരു പ്രവൃത്തിയാണ്. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിൽ ഗാമെറ്റ് ഫോർമേഷൻ ഉണ്ടാവാം, ഗാമെറ്റിക് ഫ്യൂഷൻ ഉണ്ടാവാം, സൈഗോട്ട് ഫോർമേഷൻ ഉണ്ടാവാം. ഇങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. അത് ഏത് തരത്തിലുള്ള റിപ്രൊഡക്ഷൻ ആയാലും അതിൽ ഗാമെറ്റ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും ഒരു പ്രക്രിയ നടക്കുന്നു. ആ പ്രക്രിയ നമുക്ക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഈ ആക്ടിവിറ്റി എല്ലാം തന്നെ ഒരു ഡെഫിനിറ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രമമായിട്ടുള്ള ഒരു ഓർഡറിലായിരിക്കും നടക്കുന്നുണ്ടാവുക. സിസ്റ്റമാറ്റിക്. Once activities are done, these activities are done in a systematic way. So this called systematic way activity നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രോസസ്. ഈ പ്രോസസ് നടക്കുന്ന ആരിലാണ്? ഓർഗാനിസംസിലാണ്. ഓർഗാനിസം മീൻസ് ബയോളജി, ബയോ മീൻസ് ലിവിംഗ് ഓർഗാനിസം നടക്കുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് റിപ്രൊഡക്ഷൻ ഈസ് എ ബയോളജിക്കൽ പ്രോസസ്. Is it clear? Okay, so it's biological process. ആ ബയോളജിക്കൽ പ്രോസസ്സിൽ ആരാണ് പങ്കെടുക്കുന്നത്? ഓർഗാനിസംസ് ആണ് പങ്കെടുക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ഓർഗാനിസംസ്. പങ്കെടുത്ത് എന്താ സംഭവിക്കുന്നത്? ഓർഗാനിസം അവരെ തന്നെ ഓഫ്സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യാണ്. ആ ഓഫ്സ്പ്രിങ്ങിന്റെ പ്രത്യേകത എന്താണ്? ആ ഓഫ്സ്പ്രിങ് നമ്മുടെ പാരന്റിനോട്, ഓർഗാനിസംസിനോട് സിമിലാരിറ്റി ഉള്ളതായിരിക്കും. Okay. So it's a definition. Reproduction is a biological process in which organisms give rise to young ones or offsprings similar to itself. അതായത് പാരന്റിനോട് സാമ്യമുള്ള ഓർഗാനിസംസിനെ സൃഷ്ടിക്കുക, കുട്ടികളെ സൃഷ്ടിക്കുക. Okay, and these offsprings grow, വളരുന്നു. ആ ഓഫ്സ്പ്രിങ്സ് വളരുന്നു, വീണ്ടും വളർന്നതിന് ശേഷം സംഭവിക്കുന്നു അവർ മെച്ചുർ ആവുന്നു. Then new offsprings പ്രൊഡ്യൂസ് ചെയ്യുന്നു. വീണ്ടും ന്യൂ ഓഫ്സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ദ സൈക്കിൾ ഗോ ഓൺ. ആ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ദിസ് ഹോൾ പ്രോസസ് ഈസ് കോൾഡ് reproduction. Is it clear now? Okay, once again. So reproduction, what's the definition of reproduction? Reproduction is a biological process. By biological. Clear ആയിരുന്നു. Reproduction is the biological process in which organisms give rise to young ones or offsprings. Okay, also similar to itself. And these offsprings grow, mature, and what happened? New offsprings are produced, and this cycle continues. The whole cycle continues. This whole process is called reproduction. Okay. അപ്പോൾ ഒരു ഡെഫിനേഷൻ പോലെ എഴുതിണ്ടാക്കാം. ഇതിനകത്ത് പറഞ്ഞ ഡെഫിനേഷൻ പോലെ എഴുതിണ്ടാക്കാം. നമ്മൾ റീപ്രൊഡക്ഷന്റെ വ്യത്യസ്ത തരത്തിലുള്ള റീപ്രൊഡക്ഷനാണ് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത്.
ഓക്കെ, അപ്പൊ അത് എഴുതി നോക്കുക, ആ ഡെഫിനേഷൻ എഴുതി നോക്കുക. ബയോളജിക്കൽ പ്രോസസ് ഉണ്ടാവണം, ഓർഗാനിസം ഉണ്ടാവണം, ഓർഗാനിസംസ് ഉണ്ടാവണം, കുട്ടി ഓഫ്സ്പ്രിങ്ങിനെ ഉണ്ടാക്കണം, ഓഫ്സ്പ്രിങ്സ് വീണ്ടും വളരണം, അത് സിമിലർ ടു ഇറ്റ് സെൽഫ്, ആ ഓർഗാനിസത്തിന്റെ അതേ ചായ ഉണ്ടാവണം, ചെറിയ തോതിലായിരുന്നു ചായ ഉണ്ടാവണം. ദെൻ എന്തുണ്ടാവണം, ആ ഓഫ്സ്പ്രിങ്സ് വീണ്ടും എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അടുത്ത ന്യൂ ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് ആ കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ് നിലനിർത്തുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് റീപ്രൊഡക്ഷൻ. Clear ആയി വരുന്നു. Then types of reproduction. First one is called types of reproduction. First one is called asexual reproduction. So what is meant by asexual reproduction? അഥവാ അലൈംഗിക പ്രത്യുൽപാദനം. Second one is called, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, sexual reproduction. Sexual reproduction. What is the difference between asexual reproduction and sexual reproduction? ഇതാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. What is the difference between asexual reproduction and the sexual reproduction? There are three differences between asexual and sexual. So first difference is called asexual, means one parent is involved in this type of asexual reproduction. One parent, only one parent. ഒരു പാരന്റ് മാത്രമേ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ പങ്കെടുക്കുകയുള്ളൂ, രണ്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ, ഒരൊറ്റ പാരന്റ് ആ സമയത്ത് ഉണ്ടാവുള്ളൂ. ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ അറ്റ് എ ടൈം ടു പാരന്റ്സ് ഉണ്ടാവും. ആ ടു പാരന്റ്സിന് പ്രത്യേകത one is male, another is female and female. ഒരു മെയിലും ഒരു ഫീമെയിൽ, ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് സെക്സ് ആയിട്ട് രണ്ട് പാരന്റ്സ് പങ്കെടുക്കുന്ന പ്രക്രിയയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. നിർബന്ധമായും രണ്ട് പാരന്റ് ഉണ്ടാവണം സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ. ഇത് നിർബന്ധമായും ഒരു പാരന്റിനെ പാടണം സെക്ഷൽ റീപ്രൊഡക്ഷൻ അഥവാ അലൈംഗിക പ്രത്യുൽപാദനം നടക്കാൻ. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ് പരിചയപ്പെടുന്നു. സെക്കൻഡ് പോയിന്റ് ഗാമിറ്റായി ബന്ധപ്പെട്ടതാണ്. ഗാമിറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഈ പറയുന്ന സ്പേമും എഗ്ഗും കേട്ടിട്ടുണ്ടാവും, പുംബീജവും അണ്ടവും കേട്ടിട്ടുണ്ടാവും. അതിലെ ഗാമിറ്റ് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ കേസിൽ ഗാമിറ്റ് ഫോർമേഷൻ ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യാം. ഇൻ ദ കേസ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഗാമിറ്റ് ഫോർമേഷൻ നിർബന്ധമാണ്. ഗാമിറ്റിക് ഫ്യൂഷൻ നിർബന്ധമാണ്. ക്ലിയർ ആയിരുന്നു. സെക്കൻഡ് ഡിഫറൻസ്. ആൻഡ് തേർഡ് ഡിഫറൻസ് ഈസ് ജനറ്റിക് വേരിയേഷൻ. ലെസ് വേരിയേഷൻ ആയിരിക്കും. ലെസ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പാരന്റേ പങ്കെടുക്കണോ, ഒരു പാരന്റ് ഡയറക്റ്റ് ആയിട്ട് ഒരു എന്തുണ്ടാക്കുന്നു, ഒരു ഓർഗാനിസം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പാരന്റ് അതേ കോപ്പി ആയിരിക്കും അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ്സ്പ്രിങ്സിനെ. അതുകൊണ്ട് വേരിയബിലിറ്റി ഉണ്ടാവില്ല. അതേ സിമിലർ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്സിനെയാണ് ഈ വൺ പാരന്റ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിനെ ക്ലോൺ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ദാറ്റ് ഈസ് കോൾഡ് ലെസ് വേരിയേഷൻ എന്നാണ് പറയുന്നത്. ലെസ് വേരിയേഷൻ, ജനറ്റിക് വേരിയേഷൻ തീരെ ഉണ്ടാകില്ല. ബട്ട് കമ്പയർഡ് ടു സെക്ഷൽ റീപ്രൊഡക്ഷൻ ഹൈ ജനറ്റിക് വേരിയേഷൻ ആയിരിക്കും. അതായത് ഹൈ വേരിയേഷൻ ഇതിൽ കാണാൻ കഴിയും. കാരണം നമുക്കറിയാം, രണ്ട് പാരന്റാണ് പങ്കെടുക്കുന്നത്. രണ്ട് പാരന്റിന്റെയും ഡിഫറെന്റ് ആയിട്ടുള്ള ക്രോമസോംസുകൾ കമ്പൈൻ ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, അവിടെ വേരിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ മെയിലും ഫീമെയിലും തമ്മിൽ എന്താ പറയുക, ഗാമെറ്റിക് ഫ്യൂഷൻ നടക്കുമ്പോൾ ആ ഗാമെറ്റിക് ഫ്യൂഷനിലെ ക്രോമസോംസ് ഡിഫറെന്റ് ആയിട്ടുള്ള മെയിലും ഫീമെയിലും ഡിഫറെന്റ് ആയിട്ടുള്ള ക്രോമസോംസ് ഇതായതുകൊണ്ട് ആ ക്രോമസോം കമ്പൈൻ ചെയ്യുമ്പോൾ ജനറ്റിക് വേരിയേഷൻ ഉണ്ടാവാൻ ഒരു കാരണമാണ്. അതുകൊണ്ട് ജൈവ വൈവിധ്യത്തിന് പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെന്ന് പറയപ്പെടുന്നത്. ഇതാണ് മൂന്ന് ഡിഫറൻസ് അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും തമ്മിലുള്ളത്. ഇതൊന്ന് എഴുതിയിരിക്കേണ്ടതാണ്, നോട്ട്ബുക്കിൽ കാണണം, പരിശോധിക്കുമ്പോൾ നോട്ട്ബുക്കിൽ കാണണം. ഓക്കെ, ഇതിനടുത്തേക്ക് പോകും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു. അസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പാരന്റ് ആണ് ഇതിൽ പങ്കെടുക്കുന്നതെങ്കിൽ നമുക്കറിയാം ആ പാരന്റ് അതേ ചായയില് ഓൾമോസ്റ്റ് ഫുൾ സിമിലർ ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തെയാണ് നമുക്ക് ലഭിക്കുക. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേരാണ് ക്ലോൺ എന്ന് പറയുന്നു. ക്ലോൺ അതായത് അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായി ഉണ്ടാകുന്ന കുഞ്ഞിന് നമ്മൾ ക്ലോൺ എന്ന് വിളിക്കാം. കാരണം ദാറ്റ് ക്ലോൺ ഈസ് ജനിതകപരമായും ആ ക്ലോൺ എന്ന് പറയുന്നത് ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി എന്താ മോർഫോളജിക്കലിയും ജനറ്റിക്കലി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന മോർഫോളജിക്കലി സിമിലർ, ജനിതകപരമായും കാണാനുള്ള അപ്പിയറൻസ് ബാഹ്യഘടനാപരമായും ഇത് സിമിലർ ആയിരിക്കും. ആരായിട്ട് സിമിലർ ആയിരിക്കും? പാരന്റ് ആയിട്ട് സിമിലർ ആയിരിക്കും. ഇങ്ങനെ ജനറ്റിക്കലി മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്സിനെ വിളിക്കുന്ന പേരാണ് ക്ലോൺ എന്ന പേരിലാണ് അറിയപ്പെടുക. നമുക്കറിയാം, ക്ലോണിംഗ് ഒരു മെത്തേഡ് ഓഫ് ബയോളജി ബയോടെക്നോളജി മെത്തേഡാണ് ക്ലോണിംഗ് എന്ന് പറയുന്നത്. ആ ക്ലോൺ അതേപോലെ ഒരു ഓർഗാനിസത്തിന് അതേ രൂപവും അതേപോലെ ജനിതക ഘടനയും ഉള്ള ഓർഗാനിസം സൃഷ്ടിക്കുകയാണ് ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി സംഭവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ
ഉണ്ടാവുന്ന ഓസ്പ്രിങ്ങിനെ വിളിക്കുന്ന പേരാണ് ക്ലോൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. രണ്ട് വേർഡുകളിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ജെനറ്റിക്കലി ആൻഡ് രണ്ട് മോർഫോളജിക്കലി സിമിലർ. ഇത് എന്തായാലും ക്ലോണിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഈ രണ്ട് വേർഡ് നിർബന്ധമായി വരണം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് സെൽ ഡിവിഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് സെൽ ഡിവിഷൻ. അസെക്ഷൽ റിപ്രൊഡക്ഷൻ പല രീതിയിൽ നടക്കാം. നമുക്കറിയാം അസെക്ഷൽ റിപ്രൊഡക്ഷൻ അലൈംഗിക പ്രത്യുൽപാദനം, അസെക്ഷൽ റിപ്രൊഡക്ഷൻ അഥവാ അലൈംഗിക പ്രത്യുൽപാദനം പ്രധാനമായി നടക്കുന്നത് ലോവർ ഓർഗാനിസത്തിലാണ്. ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഇല്ലാത്ത ഈ പറയുന്ന ആൽഗെ, അതേപോലെ ഫംഗസ്, ബാക്ടീരിയ പോലെയുള്ള പ്രൊട്ടിസ്റ്റ, മുനിറ ഗ്രൂപ്പ് പോലെയുള്ള ഗ്രൂപ്പുകളിലാണ് ഏറ്റവും കൂടുതൽ അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത്. മറ്റുള്ള ഓർഗാനിസം ഇല്ല എന്നല്ല, പക്ഷേ അറിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നടക്കുന്നത് പ്രൊട്ടിസ്റ്റ, മുനിറ പോലെയുള്ള ലോവർ ഗ്രൂപ്പ് ഓർഗാനിസത്തിലാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന സമയത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ മെത്തേഡ്സിലുണ്ട്. അതിലൊരു മെത്തേഡാണ് പരിചയപ്പെടുന്ന സെൽ ഡിവിഷൻ എന്ന പേര് അറിയപ്പെടുന്നത്. സെൽ ഡിവിഷൻ അവർക്ക് അറിയാവുന്നതാണ്, നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ്. അല്ലാതെ സെൽ ഡിവിഷൻ റീപ്രൊഡക്ഷൻ സഹായിക്കാറുണ്ട്. ചില ബാക്ടീരിയകളിലെ ചില ഓർഗാനിസംസിലൊക്കെ സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. ഒരു സെല്ല് ഇങ്ങനെയാണ് സെൽ ഡിവിഷൻ നടക്കുന്നത്. ഇതൊരു സെല്ലാണെങ്കിൽ സെൽ ന്യൂക്ലിയസ് ഇതാണ്. ന്യൂക്ലിയസ് ആദ്യം ഡിവൈഡ് ചെയ്യുന്നു. കാരിയോകൈനസിസ്. കാരിയോൺ മീൻസ് ന്യൂക്ലിയസ്, കൈനസിസ് മീൻസ് ഡിവിഷൻ. then cytokinosis, cytoplasm ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ രണ്ടായി ഡിവൈഡ് ശേഷം അത് രണ്ട് എന്തായി മാറുന്നു? രണ്ട് സെല്ലായി മാറുന്നു. രണ്ട് ബാക്ടീരിയൽ സെല്ലായി മാറുന്നു. പ്രൊട്ടിസ്റ്റിലുള്ള ഓർഗാനിസം സെല്ലായി മാറുന്നു. This is called cell division, and this cell division is further divided into it is called binary fission. It is called binary fission. ബൈനറി ഫിഷിന്റെ വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ടുണ്ടാവും. ബൈനറി, ബൈ മീൻസ് ടു. ഹിയർ സെൽ ഡിവിഷന്റെ ഒരു സബായിട്ട് വരുന്നതാണ് ബൈനറി ഫിഷൻ. ദാറ്റ് മീൻസ് സെൽ ഡിവിഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ഒരു ഡിഫറൻസ് ഉള്ളൂ. എക്സാമ്പിൾ നമുക്ക് പറയാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് അമീബയിലാണ് ഇത് സാധാരണ ഗതിയിൽ കാണാം. അമീബയിൽ കാണാറുണ്ട്. ഇത് അമീബ സെല്ലാണെങ്കിൽ, അമീബ സെല്ല് വരയ്ക്കാൻ നമുക്ക് എളുപ്പമാണ്, കാര്യം പ്രത്യേക ഷേപ്പില്ല നമുക്കറിയാം. അമീബ സെല്ലാണ് കാണുന്നത്. അടുത്ത സ്റ്റെപ്പിൽ ഈ അമീബ സെല്ല് വീണ്ടും എന്ത് ചെയ്യും? ഇന്ന് എക്സ്പാൻഡ് ചെയ്യും. റിപ്പോർട്ടിന്റെ സമയം അസെക്ഷൽ റിപ്പോർട്ട് സമയം എക്സ്പാൻഡ് ചെയ്യും. അതിനുശേഷം ആദ്യം തന്നെ കാരിയോകൈനസിസ് നടക്കും. കാരിയോകൈനസിസ് അതെന്തെങ്കിലും ന്യൂക്ലിയസ് രണ്ടായി വിഭജിക്കുന്നു. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യും? ഈ സൈറ്റോപ്ലാസം ഈ കൃത്യം ഈക്വലായിട്ട് രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് രണ്ട് എന്തുണ്ടാവും? ചെറിയ രണ്ട് ഡോട്ടർ സെൽസ് ഉണ്ടാവും. രണ്ട് പുതിയ അമീബ ഉണ്ടാവും. ഇതാണ് ബൈനറി ഫിഷൻ. അപ്പൊ നിങ്ങൾക്ക് സെൽ ഡിവിഷനിൽ എന്ത് വ്യത്യാസമാണ് ബൈനറി ഫിഷൻ ആയിട്ടുള്ളത്? ഒന്നുമില്ല. വ്യത്യാസം എന്താണ്? ബൈനറി എന്ന് പറഞ്ഞാൽ രണ്ടിനെ ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ന്യൂക്ലിയസ് ആയാലും സൈറ്റോപ്ലാസം ആയാലും ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രത്യേകതയാണ് എന്തിനുള്ളത്? ഈ ബൈനറി ഫിഷൻ ഉള്ളത്. അതിന്റെ എക്സാമ്പിൾ ആണ് അമീബ. ഇനി അടുത്ത ഡിവിഷനാണ് മൾട്ടിപ്പിൾ ഫിഷ് എന്ന പേര് അറിയപ്പെടാം. പക്ഷെ അതിന്റെ എക്സാമ്പിൾ നമ്മൾ പരിചയപ്പെടുത്താണ്. ഇത് നമ്മൾ വളരെ ഫെമിലർ ആയിട്ട് പറയുന്നതാണ്. ഒരു ഫംഗസ് ആണിത്. ഈ ഫംഗസിന്റെ പേര് ഈസ്റ്റ് എന്നാണ്. ഈസ്റ്റ് സെൽ ഫംഗസിൽ പഠിച്ചിട്ടുള്ളതാണ്. ഈസ്റ്റ് സെൽ. ഈ ഈസ്റ്റ് സെല്ലില് മെച്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ബഡ് ഫോം ചെയ്യും. പിന്നെയും ചെയ്യും. ഇവിടെയും ബഡ് ഫോം ചെയ്യും, ഇവിടെയും ബഡ് ഫോം ചെയ്യും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 95 മിനിറ്റ് വേണ്ടോ ഒരു ബഡ് ഫോം ചെയ്ത് പുതിയൊരു ഈസ്റ്റ് പ്ലാന്റ് ഉണ്ടാവാൻ വേണ്ടി 95 മിനിറ്റ് വേണ്ടും. അപ്പൊ ആ മെച്ചൂർ ആയി കഴിഞ്ഞാൽ ഇത് പൊട്ടി വീഴും, അത് പുതിയ ഓർഗാനിസമായി മാറും. ഇത് പൊട്ടി വീഴും, അത് പുതിയ ഓർഗാനിസമാവും. ഇത് പൊട്ടി വീഴും, ഇത് പുതിയ ഓർഗാനിസമായി മാറും. ഓക്കെ, അപ്പൊ ദാറ്റ് മീൻസ് ഇതും ഒരു സെൽ ഡിവിഷൻ വഴിയാണ്. ഈ സെൽ ഡിവൈഡ് ആയിട്ടാണ് ഈ ബഡ് ഫോം ചെയ്യുന്നത്. ഇതൊരു ഈക്വൽ ഹാഫ് ആയിട്ട് ഡൗൺ അല്ല, ഒരു സെല്ലിൽ നിന്ന് കുറേ സെല്ലുകൾ ഫോം ചെയ്യുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിവിഷൻ എന്ന് പേര് അറിയപ്പെടുന്നത്. സെൽ ഡിവിഷൻ മൾട്ടിപ്പിൾ ഡിവിഷൻ നടത്താൻ ഇത് ബൈനറി ഡിവിഷൻ ആണ്. ഇത് മൾട്ടിപ്പിൾ ഡിവിഷൻ. ഒരു സെല്ലിൽ നിന്ന് കുറേ സെല്ലുകൾ ഫോം ചെയ്യുന്നു, പക്ഷെ ഇത് ബഡ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അത് വീണ്ടും പുതിയതായി മാറുന്നു. ഏകദേശം ഈ സെൽ 95 മിനിറ്റിൽ ഒരു പുതിയ സെല്ല് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ബഡ് ഫോർമേഷൻ എന്ന പേരാണ് ഇത് അറിയപ്പെടുക. ബഡ് എക്സാമ്പിൾ ഈസ് കോൾഡ് ഈസ്റ്റ്. ഇതാണ് ഈസ്റ്റ് ആണ് അതിന് ഒരു എക്സാമ്പിൾ ആയി വരുന്നത്. ക്ലിയർ ആയിരുന്നു. ഇനി കുറച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് അസെക്ഷൽ ബോഡീസ് ഫോം ചെയ്യുന്ന ഓർഗാനിസംസ്, അസെക്ഷൽ ബോഡീസ്, ആ എക്സാമ്പിളാണ് നമ്മൾ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത്. നാല് എക്സാമ്പിളാണ് നാം പരിചയപ്പെടുത്താം. നാല് എക്സാമ്പിൾ പരിചയപ്പെടുത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പടങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ എത്തും. ആ പടങ്ങൾ നിരീക്ഷിക്കുക. ഏത് ഓർഗാനിസം ആണെന്നെങ്കിലും ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ബോർഡിൽ എന്തെഴുതും? ഈ പറയുന്ന ഓർഗാനിസത്തിന്റെ പേര് എഴുതും. ഓക്കെ, then first one is നിങ്ങൾ കണ്ടത് ഫസ്റ്റ് വൺ ക്ലാമിഡ മോണസ് ആണ് നിങ്ങൾ കണ്ടത്. ക്ലാമിഡ മോണസ്. രണ്ടാമത് കണ്ടതിന്റെ പേര് പറയാൻ പറ്റുമോ? ഇല്ല.
കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള ഉദാഹരണം ചോദിച്ചാൽ പെൻസീലിയം പറയാമോ? അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടെത്തിയ ഫസ്റ്റ് ആന്റിബയോട്ടിക് കണ്ടെത്തിയിട്ടുള്ളത് എക്സ്ട്രാക്ട് ചെയ്ത് പെൻസിലിൻ നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ്. അതിന്റെ പേരാണ് പെൻസീലിയം. മൂന്നാമത്തെ നമ്മൾ പരിചയപ്പെട്ടത് ഹൈഡ്ര എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള ഓർഗാനിസമാണ് ഹൈഡ്ര. നാലാമത് നമ്മൾ പരിചയപ്പെട്ടത് ഒരു സ്പോഞ്ച് എന്ന് പറയുന്ന ഒരു സീഷോറിലൊക്കെ കാണുന്ന നമ്മൾ സോളിൽ പഠിച്ച ഒരു ഓർഗാനിസത്തിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ നാലത്തെ പടമാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടത്. ആദ്യമാണ് ക്ലാമിഡോമോണസ് എന്ന് പറയുന്നത്. ക്ലാമിഡോമോണസിന്റെ സ്ട്രക്ചർ ഏകദേശം ഇങ്ങനെയാണ്. ഈ ക്ലാമിഡോമോണസ് വലുതായ ഏറ്റവും മാക്സിമം ഗ്രോത്ത് ആയിട്ട് ഇതിനുള്ളിൽ ഇതുപോലെ ചെറിയ ചെറിയ ക്ലാമിഡോമോണസുകൾ ഫോം ചെയ്യുന്നുണ്ട്. ആ ക്ലാമിഡോമോണസിനൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഫ്ലജലിയും ഉണ്ടാവും. അത് പൊട്ടി പുറത്തേക്ക് വരുന്നു. ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് ക്ലാമിഡോമോണസ് ഗ്രൂപ്പ് ഓഫ് ക്ലാമിഡോമോണസ് സ്ട്രക്ചർ കാണുന്ന ആ സ്ട്രക്ചറൽ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് സൂസ്പോർ ഫോർമേഷൻ എന്നാണ് പറയുന്നത്. ഈ സൂസ്പോർ ഫോം ചെയ്ത് അത് മെച്ചുവർ ആകുമ്പോൾ അത് പൊട്ടി സൂസ്പോറുകൾ മുഴുവൻ പുറത്തേക്ക് വരും. ഹ്യൂജ് നമ്പർ ഓഫ് സൂസ്പോർസ് ഒരെണ്ണത്തിൽ നിന്ന് പുറത്തേക്ക് വരും. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് സൂസ്പോർ എന്ന പേരാണ് അറിയിക്കുക. അടുത്താണ് പെൻസീലിയം നൊട്ടാറ്റ എന്ന് പറയുന്നത്. പെൻസീലിയം എന്ന് പറഞ്ഞ ഫംഗസ്. അതിൽ നടക്കുന്ന പ്രക്രിയ ആ പടം ഇങ്ങനെയാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഇങ്ങനെയാണ് ആ പടം കണ്ടത്. ഇങ്ങനെ റൗണ്ട് ബോഡീസ് നിങ്ങൾ കാണാം. ബോഡിയിൽ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഒണിഡിയ എന്നാണ് ഈ ബോഡിയെ പറയാം. ഒണിഡിയ എന്ന് പറയുന്ന അസെക്ഷൽ ബോഡിയാണ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള അസെക്ഷൽ ബോഡിയാണ്. ഈ അസെക്ഷൽ ബോഡി ഒണിഡിയ മെച്ചുവർ ആയി പൊട്ടി നിൽക്കുമ്പോഴും പുതിയ പെൻസിലിയമായി മാറും. ഓക്കെ, അതിന്റെ അസെക്ഷൽ ബോഡി വിളിക്കുന്ന പേര് അതുകൊണ്ട് കൊണിഡിയ എന്നാണ് വിളിക്കുക. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ രണ്ടെണ്ണം പഠിച്ചു. ക്ലാമിഡോമോണസിന് സൂസ്പോർ ഫോർമേഷൻ, പെൻസിലിയത്തിന് കൊണിഡിയ ഫോർമേഷൻ എന്ന പേര് അറിയപ്പെടുന്നു. ഇതൊക്കെ അസെക്ഷൽ ബോഡിയാണ്, നമ്മുടെ ഓർഗാൻസിൽ കാണുന്ന അസെക്ഷൽ ബോഡിയാണ്. അടുത്താണ് ഹൈഡ്രയുടെ സ്ട്രക്ചർ ഏകദേശം ഇതിങ്ങനെ ഒരു സ്ട്രക്ചറാണ് ഹൈഡ്രയ്ക്ക് ഉള്ളത്. ഈ ഹൈഡ്രയ്ക്ക് ഒരു പ്രത്യേക സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഈ ഹൈഡ്രയുടെ ഈ ഭാഗത്ത് ഒരു ചെറിയ ഹൈഡ്ര പോലെ സ്ട്രക്ചർ ഫോം ചെയ്യും. ഇപ്പുറത്തൊക്കെ ഒരു സ്ട്രക്ചർ പോലെയും മെച്ചുവർ ആകുമ്പോൾ ഈ ഭാഗം പൊട്ടി നിലത്തേക്ക് വീഴും. പുതിയ ഹൈഡ്രയോ പൊട്ടി പുതിയ വെള്ളത്തിലേക്ക് ഫ്രഷ് വാട്ടറിലേക്ക് വീഴും. പുതിയ ഓർഗാനിസമായി മാറും. ഇതിനെ വിളിക്കുന്ന പേരാണ് ബഡ്സ് എന്നാണ് വിളിക്കുക. ബഡ്സ് ഫോം ചെയ്യുന്ന നേരത്തെ കണ്ട് ബഡ് ഫോർമേഷൻ പറഞ്ഞ അതേപോലെ തന്നെ ബഡ്സ് ഫോർമേഷൻ നടക്കുന്നു. ഏതൊരു ഹൈഡ്രയിൽ നടക്കുന്നു. ഇത് ഫ്രഷ് വാട്ടർ പ്ലാന്റ് ആണ്. അടുത്താണ് സ്പോഞ്ച് എന്ന് പറയുന്നത്. സ്പോഞ്ചിന്റെ സ്ട്രക്ചർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം കാണുന്നത് ഇങ്ങനെയായിരിക്കും. റൗണ്ട്